സാർ ഇന്നിപ്പം KPCC പ്രസിഡൻ്റായിട്ട് സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു KPCC പ്രസിഡന്റ് വരുമ്പം ഒരുപാട് ബഹളങ്ങളൊക്കെ ഉണ്ടാകും, പല സൈഡിൽ നിന്ന് വിമർശനങ്ങളുണ്ടാകും. പക്ഷേ ഒരു തണുപ്പൻ മട്ടിലാണ് ഇത് പോകുന്നത്. ഒന്നാമത് ഈ സുധാകരനെ മാറ്റിയതിൽ പലർക്കും അതൃപ്തിയുണ്ട്. ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത്. മുരളീധരനും പല അഭിപ്രായ പ്രകടനങ്ങളും പറയുന്നുണ്ട്. തൃശ്ശൂർ പോയതോടെ തൻ്റെ ഇമേജ് ഇടിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇത്തരത്തിലാണ്. ഒരു പടം കണ്ടാലെങ്കിലും തിരിച്ചറിയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കണമെന്നാണ് ഒരു ആഗ്രഹം എന്നുള്ള രീതി പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിന് അടക്കം അതൃപ്തിയുണ്ട്, അടൂർ പ്രകാശ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ഇപ്പോൾ സണ്ണി ജോസഫ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതിൽ അദ്ദേഹത്തിന് എനിക്കൊന്നും ആർക്കും അറിയുന്ന എനിക്ക് തോന്നണില്ല. ഒരുപക്ഷെ അവിടെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രവർത്തനത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിവരം വളരെ തുലവും തുച്ഛമാണ്. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹത്തെ ആർക്കും എതിർക്കാൻ പോലും സാധ്യമല്ല. കാരണം എതിർക്കണമെന്നുണ്ടെങ്കിൽ ഈ ആളെക്കുറിച്ച് നിശ്ചയം ഉണ്ടാവണമല്ലോ. ഇപ്പൊ സുധാകരൻ ഉണ്ടായിരുന്ന സവിശേഷത, സുധാകരനെ എതിർക്കുന്ന ഒരു വലിയൊരു ടീം ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് തന്നെ. അതിന് കാരണം അവരുടെ ഒന്നും ഒരു രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളല്ല സുധാകരൻ. സുധാകരന് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമല്ല. അദ്ദേഹം കരുണാകരന്റെ ഗ്രൂപ്പിൽ അദ്ദേഹം പെട്ടിരുന്നില്ല, അദ്ദേഹം AKന്റെ ഗ്രൂപ്പിൽ പെട്ടിരുന്നില്ല, അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ അദ്ദേഹം പെട്ടിരുന്നില്ല, അദ്ദേഹം വേറെ പ്രതിപക്ഷ നേതാവിന്റെ ഗ്രൂപ്പിൽ അദ്ദേഹം പെട്ടിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഗ്രൂപ്പില്ലാത്ത ആളുകളുടെ ഒരാള് എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. കാരണം അതിന് സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം കണ്ണൂരിന്റെ പാരമ്പര്യമാണ്. ഈ കണ്ണൂരിന്റെ പാരമ്പര്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അടിച്ചു നിന്നിട്ടുള്ള പാരമ്പര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തില് മറ്റ് ജില്ലകളിലെ പോലെ ആയിരുന്നില്ല കണ്ണൂര്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളാണ്. ഈ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ആരെങ്കിലും കടന്നു വന്നാല് അവര് എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് പാർട്ടിക്കാർ തീരുമാനിക്കും. ഇപ്പൊ ഇവൻ പിണറായിലടക്കം അങ്ങനെയാണ്. പിണറായിലടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന കാര്യം തീരുമാനിക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി പറയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പരിപാടി കാലത്ത് 8 മണിക്ക് തന്നെ പോയിട്ട് അവിടെ പോയിട്ട് പോളിംഗ് ബൂത്തിൽ പോയിട്ട് കുത്തുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം, എതിർപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എക്കാലത്തും പിണറായിലും ധർമ്മടത്തും ഒക്കെ അടക്കം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്തത്. ഇപ്പൊ പഴയകാലത്ത് സതീശൻ പാച്ചേനി ആരണ്ടൊക്കെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും ദുർബലന്മാരായിരിക്കുന്ന ആളുകളെ, ആർക്കും പരിചയമില്ലാത്ത ആളുകളെ പരിചയപ്പെടുത്തുക എന്നുള്ള വ്യാജേനയായിരുന്നു കോൺഗ്രസ് കണ്ണൂർ പല സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. അവിടെ നിന്ന് കോൺഗ്രസിന് ഒരു ജീവൻ ഉണ്ടാക്കി കൊടുത്ത സുധാകരനാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരനോട് പറയാൻ സാധിക്കുന്നത് സുധാകരനായിരുന്നു. അടിച്ചടിക്ക് തിരിച്ചടി കൊടുത്ത് സുധാകരനായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും നിരന്തരം അദ്ദേഹം ആരോപണം ഉന്നയിച്ചതിന്റെ പേരിലാണ് ബ്രണ്ടൻ കോളേജിൽ വെച്ചിട്ട് ഞാൻ മറ്റേ ആക്ഷൻ കാണിച്ചു എന്നൊക്കെ മുഖ്യമന്ത്രി പറയേണ്ട സാഹചര്യം വന്ന അങ്ങനെ ആക്ഷൻ കാണിക്കാൻ പറ്റൂലപ്പ. നമുക്ക് സുധാകരനെ അറിയാവുന്ന, സുധാകരന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന PR കുറുപ്പിന്റെ രാഷ്ട്രീയ പാരമ്പര്യം അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം. അങ്ങനെ സുധാകരനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയനെ കൈയോടെ കൈകാര്യം ചെയ്യുന്ന കരുത്തുണ്ടായിരുന്ന ആളായിരുന്നു അക്കാലത്ത് സുധാകരൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയാവുന്നത് കേരളത്തില് എവിടെയും കോടതിയിൽ വെച്ചിട്ട് ആരെ ആക്രമിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. 962 PR കുറുപ്പിനെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിശ്രമിക്കുന്നത് അന്ന് അവരുടെ ചാവയറായിട്ട് വന്നിട്ട് ഒരാളുണ്ട്. അയാളുടെ പേരാണ് പിന്നെ പിൽക്കാലത്ത് ഒരു KG മാരാരെന്നൊക്കെ വിളിച്ചു. ഗംഗാധരമാരായിരുന്നു അയാളുടെ മുഴുവൻ പേര്. KG മാരാരെന്ന് വിളിച്ചത് ജനസംഘത്തിലെ ജനതാ പാർട്ടിയിലെ KG മാരാരെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ പറയുന്ന KG മാരാരെന്ന് പറയുന്ന ഗംഗാധരമാരാര് NE ബലറാമിന്റെ ഭാര്യയുടെ ആങ്ങള. അതുകൂടി പറയണം കേട്ടോ. പഴയ കാലത്ത് മന്ത്രിയായിരുന്ന NE ബലറാമിന്റെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബലറാമിന്റെ ഭാര്യയുടെ സഹോദരനായിരിക്കുന്ന ഗംഗാധരമാരാര് അവിവാഹിതനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി ആളുകളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കലാണ്. അങ്ങനെ ആദ്യത്തെ കൊലപാതക ശ്രമം നടത്തുന്ന PR കുറുപ്പിനെതിരായിട്ടാണ്. അത് കോടതിയുടെ വളപ്പിൽ വെച്ചിട്ടാണ്. അതിനുവേണ്ടിയിട്ട് അദ്ദേഹത്തിന് 2.5 കൊല്ലക്കാലത്ത് ശിക്ഷ കിട്ടി. അങ്ങനെയുള്ള സ്ഥലമാണ്. ഈ പറയുന്ന സ്ഥലത്താണ് ഗവർണറെ ആക്രമിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവർണറെ നടു റോഡിൽ വെച്ചിട്ട് ആസിഡ് ബൾബ് എറിഞ്ഞ് കൊലപ്പെടുത്താൻ പരിശ്രമിച്ചത് കണ്ണൂരിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പറയുന്ന ഗംഗാധരമാരാരാണ്. ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമാണ് കണ്ണൂരിനെ സംബന്ധിച്ചുള്ളത്. ഈ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് കോൺഗ്രസ്സുകാരന് ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ
ആ കാലത്തുണ്ടായിരുന്ന എനിക്കൊണ്ട് രാമകൃഷ്ണൻ അടക്കമുള്ള ചില ആളുകളൊക്കെ വളർത്തിയെടുത്ത സുധാകരനാണ്. അതെ 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 അതെ. കാരണം സുധാകരന്റെ പഴയ പാരമ്പര്യം ജനതാ പാർട്ടിയുടെ പാരമ്പര്യമാണ്, ജനതാദളിന്റെ പാരമ്പര്യമാണ്, ഒരു കരുത്തിന്റെ പാരമ്പര്യമാണ്. ആ സുധാകരനെ ഒരു അരിക്കാക്കുക എന്നുള്ള കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യമായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ഒരു ലൈനല്ല ഒരിക്കലും സുധാകരൻ ഉണ്ടായിരുന്നത്. സുധാകരൻ പറഞ്ഞത് പാർട്ടിക്ക് ഒരു അച്ചടക്കം വേണം, സെമി കേഡർ സംവിധാനം, ഒരു സെമി കേഡർ സംവിധാനം അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. ഒരു അച്ചടക്കം വേണ്ടേ? ഇത് അച്ചടക്കമൊന്നുമില്ല, ഇത് ആൾക്കൂട്ടമാണ്. കാരണം നിലവിലിരിക്കുന്ന കോൺഗ്രസ്സുകാരന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. അവര് കണക്കിൽ മഹാത്മാഗാന്ധിയേ ഇല്ല. അവര് കാര്യത്തിൽ ഒറ്റ ഗാന്ധിയേ ഉള്ളൂ, ആ ഗാന്ധി ഇന്ദിരാഗാന്ധിയാണ്. പിന്നെ അവർക്കറിയാവുന്ന മഹാത്മാഗാന്ധി ആ നോട്ടിന്റെ പുറത്തുള്ള മഹാത്മാഗാന്ധി മാത്രമാണ്. മഹാത്മാഗാന്ധി ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിലും കേരളത്തിൽ വന്നിട്ടില്ല. കാരണം അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി ഇല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കോൺഗ്രസിനെ, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം പഠിപ്പിക്കണം എന്നായിരുന്നു കെ സുധാകരൻ വിചാരിച്ചത്. അത് നടന്നില്ല. അത് സുധാകരനല്ല, സുധാകരന്റെ അപ്പൂപ്പം വന്നാൽ പോലും നടക്കില്ല എന്നുള്ളൊരു കോൺഗ്രസ്സുകാർക്ക് അറിയാം. അവിടെ KC വേണുഗോപാലിനെ പോലുള്ള ആളുകളുണ്ട്, അവിടെ ഉള്ളത് മറ്റേ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ആളുകളുണ്ട്, അവിടെ K മുരളീധരനെ പോലുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയത്തിന്റെ ഗുണ്ടായിസം ഉണ്ടെന്നുള്ളതിന്റെ അപ്പുറത്ത് ഒരിക്കലും കോൺഗ്രസിന്റെ പാരമ്പര്യം അവരെ സംബന്ധിച്ചൊരു വിഷയമേ ആയിരുന്നില്ല. അവരുടെ ശക്തമായുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കോൺഗ്രസിനെ വളർത്തിക്കൊണ്ടിരുന്ന സംസ്കാരമാണ് അവരെ സംബന്ധിച്ചുണ്ടായത്. അതിന്നിപ്പോ മറ്റു പല പ്രസ്ഥാനത്തിലേക്കും പകർന്നിട്ടുണ്ടത്. ആ പകർന്നുവെങ്കിലും ഒരു രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പിസത്തിന്റെയും അഴിമതിയുടെയും വക്താക്കൾ കോൺഗ്രസ്സുകാരാണ്. നമുക്ക് വേറെ അറിയാലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പ്രളയം വരുന്നുണ്ട്. ആ പ്രളയം വരുമ്പോ എന്താ കോൺഗ്രസ്സുകാരന്റെ പങ്ക്? കോൺഗ്രസ്സുകാരന്റെ പങ്ക് പ്രളയത്തില് ഒലിച്ചു പോകുന്നവരെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാരുണ്ടാവില്ല. മറിച്ച് അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് ആ എത്തിച്ചു കഴിയുന്ന ആളുകളെ നോക്കിക്കൊണ്ട് പല്ലിളിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് ഖദർ ഷട്ടൊക്കെ ഇട്ടിട്ട് വരും. അതിനപ്പുറത്ത് നാച്ചുറൽ കലാമിറ്റീസിലടക്കം കേരളത്തിലെ കോൺഗ്രസ്സുകാരന് ഒരു പങ്കുമില്ല. എല്ലാ കോൺഗ്രസ്സുകാരും വേർപ്പിന്റെ അസുഖമുള്ളവരാ. ഈ വേർപ്പിന്റെ അസുഖമില്ലാത്ത ഏക കോൺഗ്രസ് നേതാവായിരുന്നു സുധാകരൻ. അവിടെ തന്നെയാണ് KC വേണുഗോപാലിന്റെ തന്നെ പ്രശ്നം. അതാണ്, ഒരിക്കലും വേർപ്പിന്റെ അസുഖമില്ലാത്ത സുധാകരൻ എടുക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സാധ്യമല്ല. സുധാകരൻ സ്വാഭാവികമായിട്ട് ഔട്ടാവും. അപ്പൊ അവരെന്താ പറയാ? സുധാകരന് വയ്യ, സുധാകരൻ രോഗമാണ്, സുധാകരന് പ്രായമായിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, പല പല സംഭവങ്ങളിൽ സുധാകരനെ കേസിൽ പ്രതിയാക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പലർക്കും അവർക്ക് മുഖ്യമന്ത്രിയാവണമെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരു താല്പര്യമില്ലാത്ത ആളാണ് സുധാകരൻ. ആ സുധാകരനെ വെട്ടുക തന്നെ വേണം. ആ വെട്ടണം എന്നുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിൽ സുധാകരനെ മാറ്റി അവർക്ക് അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ദുർബലനായ ഒരാളെ കൊണ്ടുവന്ന സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അയാൾ നിൽക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെയുള്ള തികഞ്ഞ ഒരു ആരോ പറയാൻ ദുർബൽ ആയിരിക്കുന്ന ആളിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സണ്ണി ജോസഫ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.